കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് പോയപ്പോൾ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ കണ്ടതാണ് ഈ ഒരു പേപ്പർ റോൾ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നൊരുക്കി ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ക്രാഫ്റ്റ് ഇല്ലേ, അതായിരുന്നു. അന്നത് നൈസായിട്ട് പാളിയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, റിസൾട്ട് നല്ല അടിപൊളിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ പറയാം. ഇതുപോലെ സിലിണ്ടർ ഷേപ്പിലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് റോളോ എടുക്കുക. അധികം വട്ടം കൂടിയത് എടുക്കാണ്ട് ഇത്തിരി കുറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തിട്ട് ഓരോ ലെയറും ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോ എടുത്തിട്ട് ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് കവർ ചെയ്തെടുത്തു. എന്നിട്ട് ഫ്ലവറിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സർക്കിൾ ഷേപ്പിലുള്ള പേപ്പർ ഈ ഒരു ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ട്രോയുടെ ഒരറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡ്ബോർഡ് റോൾ ഫ്ലവറിൽ നിന്ന് ഊരി കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പെറ്റൽസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റെമ്മിൻ്റെ പാർട്ട് ആ ഫ്ലവറിൻ്റെ ബോട്ടത്തിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലീഫിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലവറാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.